ഹരിശ്രീ ഗണപതയെ നമ. വിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശരണം വിളികളോടെയും വ്രതശുദ്ധിയോടെയും കലിയുഗവരതനായ ശ്രീ ധർമ്മശാസ്താവിനെ ഭജിക്കുന്ന മണ്ഡലകാലം ആണല്ലോ ഇപ്പോൾ നടന്നു വരുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ കലിയുഗത്തിലുണ്ടാകുന്ന സകല ദുരിതങ്ങളും നിവാരണം ചെയ്യുവാൻ പ്രാപ്തനായ ശ്രീ ശാസ്താവിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ജ്യോതിശാസ്ത്രപ്രകാരം ശനിയുടെ അതിദേവനാണ് ശാസ്താവ്. അതിനാൽ കഠിനമായ ശനിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ ശബരിമല ദർശനം മാത്രം മതിയാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ശനി മന്ദനായതിനാൽ 2.5 വർഷമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ശനിക്ക് കണ്ടകസ്ഥാനങ്ങളിലും 4, 7, 10 തുടങ്ങിയ സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ചന്ദ്രലഗ്നത്തിലും അതിൻ്റെ 2-ലും 12-ലും വരുമ്പോൾ കണ്ടകശനിയായിട്ടും ഏഴരാണ്ട ശനിയായിട്ടും വർത്തിക്കുന്നു. അപ്പോൾ ഓരോ രാശിയിലും 2.5 വർഷം വീതം സഞ്ചരിക്കുന്ന ശനി കണ്ടകസ്ഥാനങ്ങളായ 4, 7, 10 സഞ്ചരിക്കുമ്പോൾ 7.5 വർഷവും, പിന്നെ ഏഴരാണ്ട ശനി വർഷങ്ങളിലാവുമ്പോൾ 15 വർഷം, അതുകൂടാതെ അഷ്ടമശനി അങ്ങനെ ഒരു 2.5 വർഷം, അങ്ങനെ 17.5 വർഷവും. ഇതെല്ലാം കൂടാതെ ശനി ദശാകാലം, അതുപോലെ ശനിയുടെ അപഹാരകാലങ്ങൾ, ഇങ്ങനെയുള്ള കാലങ്ങളിലുമെല്ലാം ശനി ജാതകത്തിൽ അനിഷ്ടപ്രദനാണെങ്കിൽ ദോഷങ്ങൾ സംജാതമാകുവാൻ ഇടയാക്കിയേക്കാം. ഇതിനാലാണ് ശനീശ്വരനെ എത്ര പ്രാധാന്യം ജീവിതത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. കൂടാതെ ശനിക്ക് ഒരു ന്യായാധിപൻ്റെ റോള് കൂടി കൽപ്പിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാവണം ശനി ത്രാസ് പ്രതിനിധാനം ചെയ്യുന്ന തുലാം രാശിയിൽ ഉച്ചസ്ഥനാകുന്നതും. അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വിധി നടപ്പാക്കുവാനാണ് മനുഷ്യജീവിതത്തിൽ കൂടെ ഇങ്ങനെ ശനിയുടെ പ്രാധാന്യം കണ്ടകശനിയായിട്ടും ഏഴരാണ്ട ശനിയുമായിട്ടും വരുന്നത് എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. ഇതിനാൽ തന്നെ സൽക്കർമ്മങ്ങളും സത്പ്രവൃത്തികളും ജീവിതത്തിൽ ഉടനീളം പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ടും ഇതിനെ മനുഷ്യനെ പ്രാപ്തനാക്കുവാനുമാണ് ശബരിമല ദർശനത്തിന് ഇത്ര പ്രാധാന്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തെന്നാൽ കല്ലും മുള്ളും ചവിട്ടി കാട്ടിലൂടെയുള്ള ആ വനയാത്ര മനുഷ്യന് ഒരു സഹവർത്തിത്വത്തിൻ്റെയും ഒരു സഹജാവബോധത്തിൻ്റെയും ഭയഭക്തി ബഹുമാനങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുവാനുള്ള ഒരു മനസ്സ് മനുഷ്യനെ സജ്ജമാക്കി എടുക്കുകയാണ് ശബരിമല ദർശനത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുമുണ്ട്. വ്രതശുദ്ധിയോടെ ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും 18 പടികൾ കടന്ന ശാസ്താദർശനം നടത്തുമ്പോൾ താന്ത്രിക വിദ്യയുടെ ഉത്കൃംഗ ശൃംഗത്തിലാണ് എത്തുന്നത്. 18 പടികളിൽ ആദ്യത്തെ 5 എണ്ണം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണ്. ഈ ലോകത്ത് നമ്മളെ ബന്ധിച്ചിടുന്ന ഇന്ദ്രിയ വിഷയങ്ങളാണവ. അതിനെ മറികടന്നാൽ അടുത്ത 8 പടികൾ മനസ്സിനകത്തെ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈർഷ്യ, അസൂയ എന്നിവയാണ് അഷ്ടരാഗങ്ങൾ. ഈ അഷ്ടരാഗങ്ങളെയും മറികടന്നാൽ മനസ്സിൻ്റെ സത്വരജസ് തമോ ഗുണങ്ങളാകുന്ന 3 പടികൾ. അതും പിന്നിട്ടാൽ വിദ്യയും അവിദ്യയും. അതിനും അപ്പുറത്തെത്തുമ്പോൾ മാത്രമേ ഭക്തൻ അദ്വൈതഭാവം പകരുന്ന തത്വമസിയുടെ വിശാലതയിൽ എത്തൂ. അങ്ങനെ ആത്മസംസ്കരണത്തിൻ്റെ 18 പടികൾ കടന്നെത്തി ഏകഭാവത്തിൻ്റെ ആ വിശാലതയാണ് ഭഗവാന്റെ സന്നിധി. ഭക്തിയുടെ ആ ഉന്നതിയിൽ ഭേദഭാവങ്ങളില്ല. എല്ലാം അയ്യപ്പൻ. നീ തേടിയെത്തുന്നത് നിന്നെ തന്നെയാകുന്നു എന്ന് ഭക്തൻ തിരിച്ചറിയുന്നു. അവിടെ എത്തിയാൽ തത്വമസി എന്ന ആ മന്ത്രം ചൊല്ലി തന്നിൽ അഭയം തേടിയെത്തുന്നവനെ കൈക്കുമ്പിളിൽ കാത്തള്ളുന്ന ദേവനാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ്. ശാസ്താവ് എന്ന ദേവതാ സങ്കല്പത്തിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. പന്തളം രാജാവിൻ്റെ വളർത്തുമകനും വില്ലാളി വീരനും അസാമാന്യ ശക്തിവിശേഷങ്ങൾക്കുടമയുമായിരുന്ന ഒരു ധീര യുവാവ് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചതായി കരുതപ്പെടുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു അവതാര പുരുഷനായി തന്നെ കരുതി. ശബരിമലയിൽ വെച്ച് തന്നെ അദ്ദേഹം സമാധിസ്ഥനാവുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പ ചൈതന്യം അവിടെ ഉണ്ടായിരുന്ന ശാസ്താവിൻ്റെ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചു. അന്ന് മുതൽ ശാസ്താവിൻ്റെ പൂർണ്ണാവതാരമായി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങി. കൊല്ലവർഷം 300-നടുത്താണ് അയ്യപ്പൻ്റെ ജീവിതകാലമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ആലപ്പുഴയ്ക്ക് സമീപം മുഹമ്മയിലും
പത്തനംതിട്ട ജില്ലയിലെ ഗുരുനാഥൻ മണ്ണിലും അയ്യപ്പൻ ആയുധവിദ്യ അഭ്യസിച്ചിരുന്നതായും വിശ്വാസമുണ്ട്. ശാസ്താക്ഷേത്രങ്ങളും അയ്യപ്പ ക്ഷേത്രങ്ങളും കേരളത്തിൽ ധാരാളമുണ്ട്. കേരളം സൃഷ്ടിച്ച പരശുരാമൻ രക്ഷാദൈവങ്ങളായിട്ട് 108 ദുർഗാലയങ്ങളെയും അയ്യപ്പൻ കാവുകളും സ്ഥാപിച്ചു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. പഴയ അയ്യപ്പൻ പാട്ടുകളിലെ നിരവധി അയ്യപ്പൻ കാവുകളെക്കുറിച്ച് സൂചനയുമുണ്ട്. ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് ശ്രീ അയ്യപ്പൻ. ശിവനും മോഹിനി വേഷം പൂണ്ട വിഷ്ണുവുമാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ മാതാപിതാക്കൾ. ശ്രീ അയ്യപ്പൻ്റെ വളർത്തച്ഛനും അമ്മയും പന്തള രാജാവായ രാജശേഖരനും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. ഭക്തനും ആരാധനാമൂർത്തിയെയും ഒരേ പേരിൽ അഭിസംബോധന ചെയ്യുന്ന അത്യപൂർവമായ ദേവസ്ഥാനമാണ് ശബരിമല. സകലതിലും പരബ്രഹ്മത്തെ ദർശിക്കുന്ന അയ്യപ്പ ഭക്തൻ അഹം എന്ന ഭാവം ഇല്ലാത്തവനായി, ഭേദചിന്തകളില്ലാത്തവനായി, മമതകളില്ലാത്തവനായി മാറുന്നു. ശബരിമലയിലേക്കുള്ള ദിവ്യമായ 18 പടികൾ മനുഷ്യനെ മാനസികമായ ഉത്തുംഗതയിലേക്ക് എത്തിക്കുന്ന പടികളാണ്. ശാസ്താവിൻ്റെ വാഹനം കുതിര എന്നാണ് തന്ത്രസമുച്ചയത്തിൽ ആര്യേഹയ എന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അശ്വവാഹനായ നമ എന്ന പൂജാ കൽപ്പദ്രുമത്തിലും പറയുന്നു. ശ്രീ അയ്യപ്പനെ പുലിവാഹനനായാണ് അറിയപ്പെടുന്നതെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കുതിരയെ തന്നെയാണ് വാഹനമായി ചിത്രീകരിച്ചിട്ടുള്ളത്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ തുടങ്ങിയ തോരണ വൃക്ഷങ്ങൾ ശാസ്താവിൻ്റെ. നിർമാല്യധാരി ഘോഷവാൻ എന്നറിയപ്പെടുന്നു. പാല്, കടുക്, താമരപ്പൂവ്, എള്ള്, കുശപ്പല്ല്, അഷ്ടഗന്ധം ഇവയാണ് അർഘ്യദ്രവ്യങ്ങൾ. എലവർഗം, അഷ്ടഗന്ധജലം, പത്മകം, പതിമുഖം ഇവ ആചമന ദ്രവ്യങ്ങൾ. നെല്ലിക്ക, മാങ്ങ, കൂളക്കായ, നാളികേരം, ചക്ക, മാതളനാരങ്ങ, ചെറുനാരങ്ങ, കദളിക്കായ തുടങ്ങിയവയാണ് ഫലദ്രവ്യങ്ങൾ. സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് അധികം ചേർന്ന സ്വർണമായ ചെമ്പ്രാക്കോട്ടി ഇവയൊക്കെ ഇഷ്ടലോഹങ്ങളത്രേ. കോട്ടം, മുരം, ഇരുവേലി, രാമച്ചം, കുങ്കുമം, മാഞ്ചി, അകില്, ചന്ദനം ഇവ അഷ്ടഗന്ധങ്ങൾ അയ്യപ്പന് ഇഷ്ടമത്രേ. മുല്ല, ചെമ്പകം, പിച്ചകം, വെളുത്ത നന്ദ്യാർവട്ടം, ഇലഞ്ഞി, കുറുമുഴിമുല്ല, താമര, കുഴുക്കുത്തിമുല്ല, ഈലോൽപ്പലം, ജാതി, കൽഹാരം, പുന്നാകം ഇവയൊക്കെ ശാസ്താവിൻ്റെ ഇഷ്ടപുഷ്പങ്ങളായി അറിയപ്പെടുന്നു. കോട്ടപ്പടിയിൽ നിന്ന് പെരുന്നാട് വരെയും വണ്ടിപ്പെരിയാർ വരെയും പൂങ്കാവനം വ്യാപിച്ചു കിടക്കുന്നു. ഉഴൽക്കുഴിയിലെ ജലമത്രേ അഭിഷേക ജലമായിട്ട് ഉപയോഗിക്കുന്നത്. ശാസ്താവിൻ്റെ 5 അവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളും ശബരിമലയോട് ചുറ്റിപ്പറ്റി സഹ്യാദ്രി സാനുക്കളിൽ ഉണ്ട് താനും. കുളത്തൂപ്പുഴയിൽ ബാലശാസ്താവും, ആര്യങ്കാവിൽ സഭാര്യനായ ശാസ്താവും, അച്ചൻകോവിലിൽ പൂർണ്ണ, പുഷ്കല എന്നീ ഭാര്യമാരോടും സത്യകൻ എന്ന പുത്രനോടൊപ്പമുള്ള ശാസ്താവും, ശബരിമലയിൽ ചിന്മുദ്രയോടെ ധാനാവസ്ഥയിലുള്ള ശാസ്താവുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിലാകട്ടെ താരക ബ്രഹ്മസ്വരൂപനായി ശാസ്താവ് കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അച്ചൻകോവിലിലെ തീർത്ഥം സർപ്പവിഷശാന്തിക്ക് ദിവ്യ ഔഷധമാണ്. ആര്യങ്കാവിലെ തൃക്കല്യാണം, കുളത്തൂപ്പുഴയിലെ മീനൂട്ട് എന്നിവയും പ്രസിദ്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 18 പദികൾ 18 തത്വങ്ങളെയും ചുറ്റുപാടുമുള്ള 18 മലകളെയും പ്രതിനിധാനം ചെയ്യുന്നു. 5 ഇന്ദ്രിയങ്ങളും 8 രാഗാദികളും 3 ഗുണങ്ങളും വിദ്യയും അവിദ്യയുമാണ് തത്വങ്ങൾ. ശബരിമല, പൊന്നമ്പലമേട്, ഗൗണ്ടൽമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേട്, കൽഗിമല, മാതംഗമല, മയിലാടുംമല, ശ്രീപാദമല, ദേവന്മല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല ഇവയാണ് 18 മലകൾ. ഈ 18 പടികളിലൂടെ പ്രതിനിധാനം ചെയ്യുന്ന 18 മലകൾ. മണ്ഡലകാലം, മകരസംക്രമം, ശനിയാഴ്ചകൾ, ഉത്രം നക്ഷത്രം എന്നിവ ശാസ്താക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ശാസ്താസൂക്ത പുഷ്പാഞ്ജലി, നീരാഞ്ജനം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, അപ്പം, അരവണ, പാനകം, നാളികേരമുടക്കൽ തുടങ്ങിയവയാണ് ശാസ്താപ്രീതികരങ്ങളായ വഴിപാടുകൾ. നീലപുഷ്പങ്ങൾ, അതായത് നീലത്താമര, നീലശംഖുപുഷ്പം ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രപൂജ ഉത്തമമാണ്. വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ നടത്താറുള്ള ആഴിയും പടുക്കയും ശാസ്താവിന് വളരെ പ്രിയപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. അന്നദാനപ്രഭുവായ അയ്യപ്പന് അന്നദാനവും പ്രിയ വഴിപാടാണ്. വർഷം തോറും അയ്യപ്പന്മാർക്ക് അന്നദാനം നടത്തുന്നത് ശ്രേയസ്കരമത്രേ. ഇത്രയൊക്കെയാണ് അയ്യപ്പൻ്റെ ഒരു ബയോഡേറ്റയായിട്ട് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അയ്യപ്പനെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇനി അടുത്ത ഒരു വീഡിയോയിലാകാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.